ഗുഡ് മോർണിംഗ്, നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച, മേടമാസം 1-ാം തീയതിയാണ്. പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകളുണ്ട്. പതിവ് പോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയുടെ കാര്യം എന്തായി, ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ചർച്ചകൾ തുടരണം എന്ന് ഐക്യരാഷ്ട്രസഭ നിലപാടെടുക്കുന്നുണ്ട്. ഇതുൾപ്പെടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ അധ്യാപകരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല. മതിയായ തെളിവുകൾ ശേഖരിച്ചു മാത്രം മതി അറസ്റ്റ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. നിലവിൽ ആരോപണ വിധേയരായ 2 അധ്യാപകരും ഒളിവിൽ തുടരുകയാണ്. ഇന്നലെ അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി നിതിൻ രാജിന്റെ രക്ഷിതാക്കളുടെയും അയൽവാസികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഈ അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ, റിനു? ഉന്മേഷ, അസ്മിത, എന്തായാലും അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി, അതായത് നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്നലെ DGPക്ക് കൂടി ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു മതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എന്നുള്ളതാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അധ്യാപകർ ഒളിവിലാണ്. ഈ TK റാം, അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന 2 അധ്യാപകരും ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ്. കാരണം മൊഴികൾ എല്ലാവരുടെയും രേഖപ്പെടുത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, ഇല്ലെങ്കിൽ അത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറും എന്നുള്ളതാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ അന്വേഷണ സംഘം നിതിൻ രാജിന്റെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും രക്ഷകർത്താക്കളുടെ അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തി. അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇന്നലെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഇന്നലെയാണ് സഹപാഠികളായിട്ടുള്ള 2 പേർ ഈ വീട്ടിലേക്ക് വരികയും ഈ അധ്യാപകർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തവരെ ഈ റാം എന്ന് പറയുന്ന ആളിനെ അധ്യാപകനെന്ന് കണക്കാക്കാൻ കഴിയില്ല, അദ്ദേഹം ഒരു മൃഗമാണെന്നാണ് ഒരു സഹപാഠിയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട് ഈ കോളേജിനെതിരെ. കാരണം കോളേജ് ഈ സമയം വരെയും ഒരു അനുശോചന യോഗം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ പ്രതിഷേധം ഈ കോളേജിലേക്ക് രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകൾ ഉൾപ്പെടെ നടത്തി. ഇന്നും പ്രതിഷേധമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇന്ന് നിതിൻ രാജിന്റെ വീട്ടിലെത്തി അമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഉന്മേഷ, അസ്മിത. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വലിയ പ്രതിഷേധം ഇന്നലെയെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതുമാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സമാധാന ചർച്ചകൾ തുടരണം എന്നാണ് UN ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. ഗൾഫ് രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ ആവശ്യപ്പെട്ടു. സമാധാന ശ്രമങ്ങൾക്കായി ഇറാന്റെ ഭാഗത്തുനിന്ന് ശരിയായ ആളുകൾ തന്നെ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാറിലെത്താൻ അവർക്ക് താൽപര്യമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ ആരാണ് വിളിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടുമില്ല. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ ട്രംപ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഈ ചർച്ചകൾ തുടരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് മധു? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്, സ്മിത. ഈ ചർച്ചകൾ സംബന്ധിച്ച് ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇത് ആരാന്നുള്ളത് അവർ വെളിവാക്കുന്നില്ല. ഇന്നിപ്പോൾ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ JD വാൻസ് അമേരിക്കയുടെ നിലപാട് കുറെ കൂടെ വ്യക്തമാക്കുകയുണ്ടായി. ചർച്ചകളുടെ ഭാവി ഇറാന്റെ കൈകളിലാണെന്നാണ് വാൻസ് പറയുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉറപ്പ് വേണം. അതിന് ഇറാൻ തയ്യാറാണെങ്കിൽ ഒരു കരാറിൽ എത്താൻ സാധിക്കുമെന്നാണ് വാൻസ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടുവാനുള്ള കാരണം അവിടെ വന്ന ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് സ്വാതന്ത്ര്യമായിട്ട് ഒരു തീരുമാനമെടുക്കുവാൻ ഒരു അധികാരമില്ലായിരുന്നു. ഓരോ കാര്യത്തിനും അവർ ടെഹ്റാന്റെ അനുമതി തേടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം തനിക്കും തന്റെ സംഘത്തിനും മടങ്ങേണ്ടി വന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇറാൻ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു സമാധാന കരാറിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ അതിന്
അതിനായിട്ടുള്ള നീക്കം നടത്തേണ്ടത് ഇറാനാണ്. അതായത് പന്ത് അവരുടെ കോർട്ടിലാണെന്നാണ് JD വാൻസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. അവരുടെ ചീഫ് ജസ്റ്റിസ് ഹുസൈൻ പറയുന്നത് 40 വർഷം നീണ്ട യുദ്ധം, ശത്രുക്കളുടെ യുദ്ധമോഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര മേശയിലും ഇറാൻ അവരുടെ വിജയം ആവർത്തിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ചില ശരിയായ ആളുകൾ തന്നെ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാറിലെത്തുവാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിന്റെ പുറത്ത് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. എന്നാൽ ആരാണ് വിളിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചതെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയുമില്ല. അതേസമയം ഇന്ന് രാവിലെ 10 മണി മുതൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയതായിട്ട് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസ് വ്യക്തമാക്കിയത്. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ ചൈനയുടെ ശക്തമായ പ്രതികരണം വന്നിട്ടുണ്ട്. ചൈനയുടെ വ്യാപാര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടരുതെന്ന് ചൈന കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായി അവർക്ക് ഊർജ വ്യാപാര കരാറുകളുണ്ടെന്നും അതിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്നും അവരുടെ ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ചുനാണ് ചൈനയുടെ പ്രതികരണം പറഞ്ഞത്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ പിന്തുണ നൽകിയിരുന്നു. ഇത് ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പരാതിയായിട്ട് ഇറാൻ ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ്. അവരുടെ ഇറാൻ പ്രതിനിധി അമീർ സയ്യിദ് ഇർവാനിയാണ് ഈ പരാതി ഉന്നയിച്ചത്. ജോർദാൻ ഉൾപ്പെടെ 5 അറബ് രാജ്യങ്ങൾ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവർ ഐക്യരാഷ്ട്ര സഭയിൽ ആവശ്യപ്പെട്ടത്. സ്മിത, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ മുൻപത്തെ സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ അത് അത്രയ്ക്ക് ശക്തമല്ല, UN-ന്റെ ഒരു ഇടപെടലൊക്കെ തന്നെ. ഏതായാലും ഈ പുതിയ സാഹചര്യത്തിൽ യുദ്ധം രൂക്ഷമാകാതെ സമാധാന ചർച്ചകൾ പുരോഗമിക്കട്ടെ, അതിനുള്ള പ്രതീക്ഷയിലാണ് ലോകം മുഴുവനും. അതിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്, അല്ലേ? ഇനിയും സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടും. 12 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനുമാണ് ചേരുന്നത്. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു നേരം വെളുക്കുമ്പോൾ മുതൽ ചുട്ടുപൊള്ളുകയാണ്. പാലക്കാടേക്കൊക്കെ പോകുന്നവർ പറയുന്നു 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുന്നുണ്ട് ചൂടെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു എൽനിനോ പ്രതിഭാസത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കാണുന്നുണ്ട്. പക്ഷെ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം എന്താണ്? ഏത് രീതിയിലാകും സംസ്ഥാനത്തിന്റെ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. 12 ജില്ലകളിൽ ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമായി താപനില 40 ഡിഗ്രിയിലേക്ക് പാലക്കാട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഒപ്പം കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസിലേക്കും എത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഈ താപനില ഉയരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. പക്ഷേ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഈ പകൽ സമയങ്ങളിലെ ജോലിയും മറ്റും തന്നെ അതിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് എത്രമാത്രം വിജയം കാണാൻ കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പകല് കൂലിപ്പണി എടുക്കുന്നവരൊക്കെ തന്നെ നിരവധി പേരുണ്ട്. അവർക്ക് ഈ സൂര്യാഘാതം ഏൽക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചില പ്രതിഭാസങ്ങളുടെ പേരുകളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് ഈ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. എൽമിന പ്രതിഭാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും നിലവിൽ അതിശക്തമായിട്ടുള്ള ചൂടാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. പകൽ സമയത്ത് കൃത്യമായിട്ടുള്ള ജാഗ്രതാ ഇടവേളകളിൽ വെള്ളം കുടിക്കണമെന്നുള്ള നിർദ്ദേശം, അയഞ്ഞ ഡ്രസ്സ് ധരിക്കണമെന്നുള്ള നിർദ്ദേശം, ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിലവിൽ നൽകുന്നുണ്ട്. എന്തായാലും താപനില വലിയ വർധനവിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. സ്മിത, ഉന്മേഷ്. ഇനി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനും കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മളിനി പോകുന്ന അജി കുഞ്ഞുമോനിലേക്കാണ്.
അജി, ഈ വടക്കൻ കേരളത്തിൽ നിലവിൽ എങ്ങനെയാണ് ഈ ചൂടിന്റെ സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. വടക്കൻ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ രാത്രി പോലും അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ആളുകൾക്ക് പ്രധാനമായും അനുഭവപ്പെടുന്നത്. അതിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനിലയുള്ളത്. 40 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട്ടെ ചൂടെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബയോളജിക്കൽ സർക്കിൾ തന്നെ തെറ്റുന്ന തലത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഉറക്കം പോലും കൃത്യമായി പലർക്കും കിട്ടാത്തൊരു അവസ്ഥ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, രാത്രിയിൽ പോലും കനത്ത ചൂട്, പകൽ സമയത്തും വലിയ തലത്തിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസ്, ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തന മേഖലയിലുള്ളവർ, ചുമട്ട് തൊഴിലാളികൾ, ഈ ഓപ്പൺ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, തുറന്ന സ്ഥലങ്ങളിൽ കടകളുള്ളവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി, ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ 37 ഡിഗ്രി ചൂടുമാണ് ഉള്ളത്. മലപ്പുറത്ത് 36 ഡിഗ്രി ചൂടുമാണ് ഉള്ളത്. സഹിക്കാൻ പറ്റാത്തത്രയും ചൂട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും പ്രധാനമായും ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക, ഈ പകൽ സമയങ്ങളിൽ, അതായത് ഉച്ചയ്ക്ക് 11 മുതൽ വൈകിട്ട് 4 വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് മുൻകരുതലുകൾ എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അതെത്രത്തോളം പ്രായോഗികമാണ് എന്ന തലത്തിൽ ഇപ്പോഴും ചർച്ചകളിലൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ തന്നെയും ജോലി ചെയ്യാതിരിക്കാനൊക്കെ കഴിയില്ലല്ലോ. അപ്പോൾ അത്രത്തോളം പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതുമുണ്ട്. അത് മാത്രമല്ല, ഈ ചെറിയ തരത്തിലുള്ള ചൂടുകൾ പോലും വലിയ തരത്തിലുള്ള ശരീരത്തിൽ പൊള്ളലേൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദേഹം പൊള്ളുന്ന, മുറിവുകൾ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വലിയ തലത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട് വടക്കൻ കേരളത്തിൽ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. പാലക്കാട് സഹിക്കാൻ പറ്റാത്തത്രയും ചൂടാണുള്ളത്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മധ്യ കേരളത്തിലും ഒട്ടും കുറവല്ല ചൂട്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് കൂടി ചേരുകയാണ്. ലിഡിയ, ഇവിടെയും ഈ എറണാകുളം ജില്ലയിലൊക്കെ തന്നെ 37 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ചൂട്. അത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് കൂടിക്കൂടി വരുന്നു. ഇത്തവണ ചൂട് വല്ലാതെ കൂടുന്നു. എന്താണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത ചൂട് തന്നെയാണ് വടക്കൻ കേരളത്തിലും തുടരുന്നത് എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് കൂടും എന്നാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതനുസരിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺസ്ട്രക്ഷൻ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ഗിഗ് തൊഴിലാളികളും അടക്കമുള്ള ഒരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഡെലിവറി തൊഴിലാളികളുടെ കാര്യത്തിലും കൂടി വലിയ ആശങ്കയുണ്ട്. ഈ ഒരു സമയങ്ങളിൽ, ചൂട് കൂടുന്ന സമയങ്ങളിൽ അടക്കം അവർക്ക് പുറത്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുകൂടിയാണ്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യങ്ങളൊക്കെ എടുക്കുക, കൃത്യമായ മുന്നറിയിപ്പുകളും കാര്യങ്ങളുമൊക്കെ നോക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളാനേ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. കനത്ത ചൂട് എന്ന് പറയുമ്പോൾ വലിയ ചൂടാണ്. പ്രത്യേകിച്ച് ആ ഒരു സമയങ്ങളിൽ വലിയ ചൂട് തന്നെയാണ്. ഈ ഒരു 2 ആഴ്ച കാലമായി മഴയോ കാര്യങ്ങളോ ഒന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല. വേനൽ മഴയുടെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ വളരെ കുറച്ച് മാത്രമാണ്, അതായത് ചില ഇടങ്ങളിൽ മാത്രമാണ്, ചില മലയോര മേഖലകളിൽ മാത്രമാണ് മഴ പെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചൂട് ഉയരുകയാണ് എന്നുള്ളതാണ്. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ ജില്ലകളിൽ ഈ ചൂട് അതുപോലെ തന്നെ ഉയരുകയാണ് എന്നുള്ളതാണ്. കൃത്യമായി വെള്ളം കുടിക്കുക, ഈ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ കുട കയ്യിൽ കരുതുക, നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പഴവർഗ്ഗങ്ങൾ പോലെയുള്ളവ കഴിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ചൂട് വർദ്ധിച്ചു വരികയാണ്. അതിന് അനുസരിച്ച് മുന്നറിയിപ്പുകളും കാര്യങ്ങളുമൊക്കെ കൂടി വരികയാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഏകദേശം 37 ഡിഗ്രി യെല്ലോ അലേർട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് കൂടുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സംസ്ഥാനത്ത് മൊത്തത്തിൽ
ഉയർന്ന താപനിലയുടെ സാഹചര്യമുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യയുടെ LPG കപ്പൽ ജഗ്വിക്രം ഇന്ന് രാജ്യത്തെത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. കണ്ട്ല തുറമുഖത്താകും കപ്പൽ നങ്കൂരമിടുക. 20,400 മെട്രിക് ടൺ LPG കപ്പലിലുണ്ട്. രാജ്യത്തെ ആഭ്യന്തര LPG വിതരണം സാധാരണ നിലയിലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്ന് എണ്ണയുമായുള്ള 2 ടാങ്കറുകൾ ഇന്ത്യൻ തീരത്ത് ഇന്നലെ എത്തിയിരുന്നു. ഇറാനിയൻ പതാകയുള്ള VLCC ഫെലിസിറ്റി സിക്ക തുറമുഖത്തും മറ്റൊരു എണ്ണക്കപ്പൽ ജയ ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തുമാണ് നങ്കൂരമിട്ടത്. ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ഡോക്ടറുടെ വീട്ടിൽ കയറി ശരീരത്തിലും കാറിലും പെട്രോൾ ഒഴിച്ച് തീവച്ച വയോധികൻ മരിച്ചു എന്നുള്ള വിവരം വരുന്നു. ചെങ്ങളം സ്വദേശി ചെല്ലപ്പനാണ് മരിച്ചത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ടോബി, എന്താണിപ്പോൾ ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? ടോബി. ഉന്മേഷ ക്രിസ്റ്റീന, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാവിലെ 8:30 കോട്ടയം ഗാന്ധിനഗറിലുള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ, അദ്ദേഹം റിട്ടയർഡായ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഈ വ്യക്തി. വീട്ടിൽ അതിക്രമിച്ച് കയറിയ ശേഷമായിരുന്നു ഈ സംഭവം ചെയ്തത്. അതിന് ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റ ഈ വ്യക്തിയെ, ചെല്ലപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ചെങ്ങളം സ്വദേശിയാണ്, ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ പക്ഷേ മരണം സംഭവിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഡോക്ടറുടെ വീട്ടിൽ ഏറെ നാൾ മുൻപ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന കൂടി പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ചെല്ലപ്പന്റെ മരണം സംഭവിച്ചത്. ക്രിസ്റ്റീന ഉമേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ നാളെ യോഗം ചേരും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് യോഗം ചേരുക. അച്യുതൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ സംവാദം, അദ്ദേഹം നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് അച്യുതൻ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സ്മിത, ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഒരു കടുത്ത വിമർശനം തന്നെയാണ് അത് ഈ ഒരു വേളയിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയത് ഇതൊരു രാഷ്ട്രീയ നേട്ടമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരുന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒരു യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, അത് കേന്ദ്ര സർക്കാരിനെതിരെ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി അവരിപ്പോൾ ഒരു യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നാളെ 3 മണിക്കായിരിക്കും ആ യോഗം നടക്കുക. എന്തായാലും എല്ലാ പാർട്ടികളും അവരുടെ എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടക്കുന്ന 3 ദിവസങ്ങളിൽ പാർലമെന്റിൽ എത്തണം, ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഹാജരാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധി ഉൾപ്പെടെ ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ അങ്ങനെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷത്തിനും വിമർശിക്കുവാനായി കഴിയില്ല. എന്നിരുന്നാലും ഇതിൽ മറ്റ് കാര്യങ്ങൾ, ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുന്നത്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സഹകരണം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് എംപിമാർക്ക് കത്തയക്കുകയും ബില്ലിനെ എല്ലാവരും പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഡൽഹിയിലും പ്രധാനമന്ത്രി എല്ലാവരോടും അഭ്യർത്ഥിച്ച കാര്യവും അതുതന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരം ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഈ ബില്ല് അവതരിപ്പിക്കാനായി ഈ ഒരു സമയം തെരഞ്ഞെടുത്തതിൽ അതിലൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഈ ബില്ലിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കാണ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി 7 നാളുകൾ മാത്രം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ ചെന്നൈ കേന്ദ്രീകരിച്ചാകും പ്രചാരണം നടത്തുക.
BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. രാവിലെ 11:30 കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് ചെന്നൈയിൽ പത്രിക പുറത്തിറക്കുക. ഇന്നലെ സംസ്ഥാനത്തെ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നാളെ നാഗർകോവിലെത്തും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വേലൂരിലും തിരുപ്പത്തൂരിലും പര്യടനം നടത്തും. ചെന്നൈയിൽ CPIM മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് തിരുവെട്ടിയൂർ. DMKയുടെ ശക്തി കേന്ദ്രമായ ഇവിടം CPIM നിർബന്ധിച്ച് വാങ്ങിയെടുക്കുകയായിരുന്നു. തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ പാർട്ടി നേതൃത്വത്തിലെത്തിയ സുന്ദരരാജനാണ് തിരുവെട്ടിയൂരിലെ സ്ഥാനാർത്ഥി. തിരുവെട്ടിയൂരിലെ CPIM സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷകളിലേക്ക്. അണ്ണാ DMKയും DMKയും മാറി മാറി വിജയിച്ചു കയറിയ മണ്ഡലം. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി DMKയുടെ കൈകളിൽ ഭദ്രമാണ് തിരുവെട്ടിയൂർ. 6 സീറ്റുകളെന്ന CPIM ആവശ്യത്തിന് DMK എതിർപ്പറിയിച്ചപ്പോൾ CPIM മുന്നോട്ട് വെച്ച നിബന്ധനയാണ് ഈ മണ്ഡലം. 5 സീറ്റുകളിൽ 1 ചെന്നൈയിൽ തന്നെ വേണം. അങ്ങനെയാണ് തിരുവെട്ടിയൂരിൽ സുന്ദരരാജൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനാൽ അവർക്ക് തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് സുന്ദരരാജൻ 24നോട്. சென்னை மக்களுக்கு ஒரு CPIM MLA வந்தால் அவங்களுக்கு எப்படி மக்களுக்கு சர்வீஸ் பண்ணுவாங்கன்றது ரொம்ப நல்லாவே தெரியும். CPM தேர்தலில் போட்டி போடுறது முதல் முறையாக இருக்கலாம். ஆனால் இந்த பகுதி மக்களுடைய எல்லா அடிப்படை பிரச்சனைகளிலும் CPM தான் டிமாண்ட் வச்சிருக்கு. DMK നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് സുന്ദരരാജൻ പ്രചാരണത്തിൽ ഉടനീളം പറയുന്നത്. കരാർ തൊഴിലാളിയായി തുടങ്ങിയ ജീവിതം തൊഴിലാളി സംഘടനയിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. പിന്നീട് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ. തിരുവെട്ടിയൂരിൽ മത്സരം ആദ്യമാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം എന്നും CPIM ഉണ്ടായിരുന്നുവെന്ന് സുന്ദരരാജൻ. நான் இந்த பகுதியில் வாழ்ந்த ஒரு கான்ட்ராக்ட் ஒர்க்கர். இந்த பகுதி முழுவதும் நன்கு நம்ம பரிச்சயமான தொகுதி. அதனால் போட்டி போடுறதுனால முதலாக இருக்கலாமே தவிர மக்கள் பிரச்சனைகளில் CPM ஒரு முன்னெடுக்கிற கட்சின்றது. 2,40,586 തിരുവെട്ടിയൂരിലെ വോട്ടേഴ്സിന്റെ എണ്ണം. 2011 മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച K. കുപ്പനാണ് മണ്ഡലത്തിലെ അണ്ണാ DMK സ്ഥാനാർത്ഥി. 5-ൽ 1 സീറ്റ് അത് ചെന്നൈയിൽ തന്നെ വേണമെന്ന CPIMന്റെ നിർബന്ധം. അങ്ങനെയാണ് DMKയുടെ സിറ്റിംഗ് സീറ്റിലേക്ക് CPIM എത്തുന്നത്. ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സുന്ദരരാജൻ എന്ന CPIM സ്ഥാനാർത്ഥി. തിരുവെട്ടിയൂരിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. തമിഴ്നാട്ടിൽ നമ്മൾ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ന്യൂനപക്ഷ മേഖലകൾ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ പ്രചാരണം. മാൾഡ ജില്ലയിൽ നിന്നാണ് പ്രചാരണം തുടങ്ങുക. മാൾഡ, മുർഷിദാബാദ് എന്നിവിടങ്ങളിലാണ് രാഹുൽ ഗാന്ധി റാലികളെ അഭിസംബോധന ചെയ്യുക. ഇത്തവണ സഖ്യമില്ലാതെ 294 സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഇതിനിടെ റായ്ഗഞ്ചിൽ രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയ ഹെലിപാഡ് TMC പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. അതേസമയം പരസ്പര വിമർശനങ്ങളുമായി തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രചാരണവും മുന്നോട്ടു പോകും. ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. രാവിലെ 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടും. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഒരു യുഗാന്ത്യം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ബീഹാറിലെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ പോലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണത്. തീർച്ചയായിട്ടും സ്മിത, അത് തന്നെയാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാത്ത, അല്ലെങ്കിൽ അതിന്റെ ഏത് ഘട്ടമെടുത്ത് പരിശോധിച്ചാലും അവിടെ ആ ഘട്ടങ്ങളിലെല്ലാം ഉൾപ്പെട്ടൊരു വ്യക്തിയാണ് നിതീഷ് കുമാർ. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുഗാന്ത്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ആ നിതീഷ് കുമാറാണ് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക. എന്തായാലും രാവിലെ 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്താണ് നിതീഷ് കുമാറിന്റെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികളും നേട്ടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഗവർണർ സയ്യിദ് അതാ ഹസനെ കണ്ട രാജിക്കത്ത് നിതീഷ് കുമാർ സമർപ്പിക്കുക. എന്തായാലും അതായത് ഈ നേരത്തെ രാജ്യസഭാ അംഗമായി ഈ മാസം 10-ന് അദ്ദേഹം രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ രാജിവെച്ചതിന് ശേഷം JDUവും അതുപോലെ
BJPയും ഈ നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. അതിനുശേഷം NDA യോഗവും ചേർന്ന് ആരാണ് ഇനിയുള്ള മുഖ്യമന്ത്രി, ഇനി അവിടെ NDA നയിക്കുക ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാജ് ചൗധരിക്കാണ് ആ ഒരു മേൽക്കൈ നിൽക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം BJP ഈ ഒരു സാഹചര്യത്തിൽ നടത്തുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയം അത് ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP ഇതിനോടകം തന്നെ അവിടെ ഒരു നിരീക്ഷകനെ ശിവരാജ് സിംഗ് ചൗഹാനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഏറെ അല്ലെങ്കിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്തായാലും അവിടെ ഇനി ബീഹാറിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു ധാരണയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകും എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. എന്തായാലും ഇന്ന് 11 മണിക്ക് അവസാന മന്ത്രിസഭാ യോഗവും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നിതീഷ് കുമാർ രാജിവെക്കുക. സ്മിത, സംസ്ഥാനത്തെ BLOമാർക്ക് വേതനം ലഭിച്ചില്ലെന്ന് പരാതി. SIRന്റെ ഭാഗമായുള്ള ജോലികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങളും നടത്തിയെങ്കിലും വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. BLOമാർക്ക് അനുവദിക്കേണ്ടതായിട്ടുള്ള റെമ്യൂണറേഷൻ ഇതുവരെ നമുക്ക് ആർക്കും ലഭിക്കാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. BLOമാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ കാര്യത്തിൽ. അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIRന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് മാസങ്ങളോളം നീണ്ടുനിന്ന പ്രവൃത്തിയാണ് SIRന്റെ അത് പൂർത്തീകരിക്കപ്പെട്ടത്. ഈ സമയത്ത് നമുക്ക് അന്ന് ലഭിക്കേണ്ട സാമ്പത്തികം 2000 രൂപയായിട്ട് അവർ നിജപ്പെടുത്തിയിട്ടുണ്ട്. അല്ലല്ല, ടോട്ടലായിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് 6000 രൂപയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലും നമുക്ക് വെട്ടിക്കുറിച്ചതിലും പ്രതിഷേധമുണ്ട്. അജി കുഞ്ഞുമാനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. അജി, അവരുടെ പരാതി ഇപ്പോൾ കേട്ടു. എന്തുകൊണ്ടാണ് ഈ വേതനം വൈകുന്നത് അജി? ഡോക്ടർ ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. ഈ SIR ജോലികളൊക്കെ വളരെ സമ്മർദ്ദത്തിലാണ് ഈ BLOമാരൊക്കെ ചെയ്ത് തീർത്തത്. അത് പല തലങ്ങളിൽ ചർച്ചയായ വിഷയവുമാണ്. അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ BLOമാർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെയും അവരുടെ കുടിശ്ശിക തുക പ്രധാനമായും കിട്ടിയിട്ടില്ല എന്നാണ് പ്രധാനമായും അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവും ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. നിലവിൽ ഇവർക്ക് ലഭിക്കേണ്ട കുടിശ്ശികകൾ നിരവധിയാണ്. അതായത് ഈ വോട്ടെടുപ്പ് ദിനത്തിലെ സഹായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 900 രൂപയും, മറ്റൊന്ന് വീടുകളിൽ പോയി വോട്ട് ചെയ്യിപ്പിച്ച വകയിലുള്ള 650 രൂപയും, സ്ലിപ്പ് വിതരണത്തിലുള്ള 600 രൂപയും, അങ്ങനെ ഒരാൾക്ക് 6000-ലധികം രൂപ ലഭിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെയും ഇവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അതായത് ഈ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് 6000 രൂപ നൽകുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ 2000 രൂപ മാത്രമാണ് എന്നാണ് ഈ BLOമാർ പറയുന്നത്. BLOമാരുടെ പ്രധാനപ്പെട്ട ഒരു വാദമുഖം ഇങ്ങനെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് ഇവർ കഷ്ടപ്പെട്ടത്. അപ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട വേതനം നൽകണം, ഉടനെ തന്നെ നൽകണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിഷുവൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഘട്ടങ്ങളിൽ പോലും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ തങ്ങൾ നേരിടുന്നുണ്ട് എന്ന് BLOമാർ പറയുന്നു. അതായത് വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടി നമുക്കറിയാം, വീടാന്തരം കയറി കൃത്യമായി തന്നെ തങ്ങളുടെ ജോലികൾ ചെയ്തിട്ടും അർഹമായ വേതനം ലഭിച്ചില്ല എന്നിവർ പ്രധാനമായും പരാതി പറയുന്നു. BLOമാർ ഇന്നലെ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിൽ നിരവധി BLOമാർ, ഏകദേശം 50-ലധികം വരുന്ന BLOമാർ ഒപ്പിട്ടാണ് കളക്ടർക്ക് നിവേദനം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉടനടി ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് BLOമാർ നേരിടുന്നത്. ഉന്മേഷ്, സ്മിത. ശരി, അജി കുഞ്ഞുമാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക. ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ കൃത്യമായ ഉറപ്പ് നൽകണം എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. പന്ത് ഇനി ഇറാന്റെ കോർട്ടിലാണെന്നും JD വാൻസ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും ചേരുകയാണ്.
മധു, ഇതിങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവുകയാണ്. ഇനിയിപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇറാന്റെ ആ ഒരു നിലപാടുകളൊക്കെ തന്നെ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഉപാധികൾ അതും തന്നെ അംഗീകരിക്കാതെയാണ് ഇസ്ലാമാബാദിലെ ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. ഇതിപ്പോൾ ഈ ഉപരോധം എന്ന് പറയുമ്പോൾ ഉപരോധം ഏർപ്പെടുത്തുന്നു, അതിൽ വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോഴാണ് ഒരു ഉപാധി കൂടി JD വാൻസ് മുന്നോട്ട് വെക്കുന്നത്. ഉന്മേഷ്, സ്മിത, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത നിരവധി അദൃശ്യ ശക്തികൾ, അതായത് പല രാജ്യത്തിന്റെ തലവന്മാർ, ചൈന, അതുപോലെ റഷ്യയുടെ പുടിൻ ഉൾപ്പെടെയുള്ളവർ ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് ഇതിന്റെ ബിഹൈൻഡ് ദ ഡോറിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കാര്യം ഇത് രണ്ട് രാജ്യങ്ങളെയല്ല, വലിയൊരു രീതിയിൽ തന്നെ ലോകത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഈ ചർച്ചകൾ അലസിപ്പിരിയാനുള്ള പ്രധാന കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 440 കിലോയോളം ഇറാന്റെ പക്കലുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. ഇത് ഇറാന്റെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് അമേരിക്ക വാശി പിടിച്ചു. ഇത് കൂടാതെ തുടർന്നുള്ള ഈ സമ്പുഷ്ടീകരണം യുറേനിയം ഇറാൻ നടത്തുന്നത് 5 കൊല്ലത്തേക്ക് നിർത്തിവെക്കാമെന്ന് ഇറാൻ മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചു. അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ലായിരുന്നു. JD വാൻസിനും സംഘത്തിനും അത് 20 വർഷമെങ്കിലും കുറഞ്ഞത് വേണമെന്നുള്ള വാശി പിടിച്ചതോടുകൂടിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും JD വാൻസ് ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തുടർ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളുടെയും മീഡിയേറ്റേഴ്സും അല്ലാതെയുള്ളവരും ഇതിനായിട്ടുള്ള വീണ്ടും 2ാം റൗണ്ട് ചർച്ചകളിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിനുള്ളൊരു സമ്മർദ്ദമായിരിക്കാം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ ഈ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയത്. അതായത് ഇറാൻ കപ്പലുകൾക്ക് ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കും തിരിച്ചു വരുന്നവർക്കുമാണ് ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ചൈന ഇതിനെതിരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇറാന്റെ ഒരു കപ്പൽ ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോയി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിദിനം ഏതാണ്ട് 100 മില്യൺ ബാരൽ എണ്ണ വ്യാപാരമാണ് ഒരു ലോകത്ത് മൊത്തത്തിൽ നടക്കുന്നത്. അതിന്റെ 20% ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്നത്, അതായത് ഏകദേശം 20 മില്യൺ ബാരൽ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ 15-16 മില്യൺ ബാരലും 5 രാജ്യങ്ങളിലേക്കാണ്. അതായത് ചൈന, സൗത്ത് കൊറിയ, ഇന്ത്യ, ജപ്പാൻ, പിന്നെ അമേരിക്കയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു രാജ്യങ്ങൾ. അതായത് ഏതാണ്ട് 190 പരം രാജ്യങ്ങളുള്ളതിലെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളെയാണ് ഹോർമൂസ് കടലിടുക്കിൽ നിന്നുള്ള ഈ എണ്ണ വ്യാപാരം വലിയ തോതിൽ ബാധിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയും ഒക്കെ പകര സംവിധാനങ്ങൾ, റഷ്യൻ ഓയിലും അതുപോലെ വെനിൻസുല ഓയിൽ പോലുള്ള പകര സംവിധാനങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചൈനയെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത നല്ല രീതിയിൽ കാണാൻ കഴിയും. 33% മുകളിൽ അവർ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് വരുന്ന എണ്ണയാണ് ആശ്രയിക്കുന്നത്. സ്മിത, ഉന്മേഷ്. മധു, ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായപ്പോൾ തന്നെ ഇത് വേണ്ടത്ര ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ്. ചർച്ച അലസിപ്പിരിഞ്ഞപ്പോൾ ആ ചോദ്യം വീണ്ടും ഉയർന്നു. ഇനി മുന്നോട്ടേക്ക് എന്തായിരിക്കും? എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ ഹോർമൂസിലെ ഉപരോധം കൂടി കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ ലോകരാജ്യങ്ങളുടെ കൂടി വിഷയമായി ഇത് മാറുന്നുണ്ട്. മുന്നോട്ട് ചർച്ചകൾ പ്രതീക്ഷിക്കാമോ മധു ഈ ഘട്ടത്തിൽ? ചർച്ചകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാര്യം ഈ ഒരു കാര്യത്തിൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ ഈ ലൈവിലൊക്കെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത അപ്രതീക്ഷിതമായ ചില വാഗ്ദാനങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ നൽകാൻ സാധ്യതയുണ്ടെന്നും ചില വിലയിരുത്തലുകൾ ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. അതായത് കൈനിറയ സമ്മാനങ്ങൾ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് മരവിപ്പിച്ച സമ്പത്തുകൾ എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇറാനെ തിരിച്ച് ഒരു ഒന്നാംകിട രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കൻ പിന്തുണ, അതുപോലെ അമേരിക്കൻ കമ്പനികളുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള പാർട്ണർഷിപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതൊക്കെ ആദ്യ റൗണ്ട് ചർച്ചകൾ വന്നതുമാണ്. അമേരിക്കയ്ക്ക് ഒറ്റ കാര്യത്തിലാണ് ഈ കടുംപിടുത്തം, ഈ ആണവായുധം എന്നുള്ളൊരു കാര്യത്തിൽ. ഒരുപക്ഷെ അതിലൊരു അയവ് വന്നു കഴിഞ്ഞാൽ ഇത്തരം ചില അപ്രതീക്ഷിത നീക്കങ്ങൾ വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ വിലപേശി നമുക്കൊരിക്കലും നടക്കത്തില്ല എന്നുള്ള കാര്യത്തിലേക്ക് പോയിട്ട് ചോദിക്കുന്നതിലും കൂടുതൽ കൊടുത്ത ചരിത്രം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. സ്മിത, ഉന്മേഷ്. ശരി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ സെമി ബർത്തിനായി FC ബാഴ്സലോണയ്ക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എതിരാളികൾ. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനൽ 2ാം പാദ മത്സരത്തിൽ ലിവർപൂൾ PSG-യെ നേരിടും. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ 1ാം പാദ ക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 2 അടിയിൽ വീഴുകയായിരുന്നു FC ബാഴ്സലോണ. തോൽവി സ്വന്തം തട്ടകമായ ക്യാമ്പ് നൗവിൽ എന്നത് ക്ഷീണം ഇരട്ടിയാക്കി. കടം വീട്ടി സെമി ബർത്ത് ഉറപ്പിക്കാനിറങ്ങുന്ന ബാഴ്സലോണയ്ക്ക്
എന്നാൽ കാര്യങ്ങൾ എളുപ്പമല്ല. ഒന്നാമത്തെ പ്രശ്നം സമീപകാലത്തെ എവേ പോരാട്ടങ്ങളിലെ മോശം റെക്കോർഡ്. ഒപ്പം റഫീഞ്ഞയുടെ പരുക്കും കുബാർസിയുടെ സസ്പെൻഷനുമെല്ലാം തിരിച്ചടിയാണ്. എന്നാൽ കംബാക്കുകളുടെ ചരിത്രം തന്നെയാണ് കറ്റാലൻസിന് കരുത്തേക്കുക. ലെമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും എല്ലാം മിന്നിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഹാൻസി ഫ്ലിക്കും സംഘവും അവസാന 4-ലുണ്ടാകും. എന്നാൽ സ്വന്തം കാണികളുടെ ആരവങ്ങൾ നൽകുന്ന ആവേശത്തിൽ 2 ഗോൾ ലീഡ് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. 2 ഗോൾ കടവുമായാണ് ലിവർപൂളും നിലവിലെ ചാമ്പ്യന്മാരായ PSG-ക്കെതിരെ 2ാം പാദ പോരിനിറങ്ങുന്നത്. മത്സരം സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ എന്നത് ലിവർപൂളിന് ആത്മവിശ്വാസമേകുന്നു. അതേസമയം ചെമ്പടയെ അടിച്ചിട്ട് കിരീടം നിലനിർത്താനുള്ള പ്രയാണം തുടരാമെന്ന പ്രതീക്ഷയിലാണ് PSG. സ്പോർട്സ് ഡെസ്ക് 24 ബ്രേക്കിംഗ്. ആലപ്പുഴ കായംകുളത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നു. നടപടി തുടങ്ങുന്നു പോലീസ്. യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. മൊഴിയെടുക്കാൻ കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചേരാൻ യുവതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, ഇക്കാര്യത്തിലൊന്നും വീഴ്ചയില്ല എന്ന് പോലീസ് ഇതുവരെ വിശദീകരിക്കുകയായിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ മൊഴിയെടുപ്പിലേക്ക് പോലീസ് കടക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സ്മിത, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് കായംകുളത്ത് ഓട്ടോറിക്ഷ അപകടത്തിനിടെ യുവതിയെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവ് പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ആശുപത്രിയിലെത്തി അവിടെ നിന്ന് കടന്നു കളയണമെന്ന്, അല്ലെങ്കിൽ റഫറൻസ് വാങ്ങിച്ച് അവിടെ നിന്ന് പോകണമെന്നുള്ള ഭീഷണി ഉൾപ്പെടെ മുഴക്കി എന്നുള്ളതായിരുന്നു യുവതിയുടെ ആരോപണം. തൊട്ടുപിറ്റെന്ന് തന്നെ, അന്ന് തന്നെ പോലീസിനെ അറിയിക്കുകയും തൊട്ടുപിറ്റെന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ നേതാവിനെ പിടികൂടുവാൻ വേണ്ടി, സുനിൽ സബാദ് എന്ന് പറയുന്ന നേതാവിനെ പിടികൂടുവാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. പോലീസ് അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ യുവതി ആരോപണം ഉയർത്തിയത്. എന്തായാലും ആ സംഭവം വിവാദമായി. ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് പരാതി നൽകിയിട്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ആരോപണം ഉയർന്നത്. ഇന്നലെ ആലപ്പുഴ SP മാധ്യമങ്ങളെ കണ്ട് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല, കൃത്യമായി പോലീസ് ഇടപെട്ടു എന്നതാണ്. എന്തായാലും ഈ സുനിൽ സബാദ് അടക്കം ഒളിവിലായിരുന്നു കുറച്ച് ദിവസം. അതിനുശേഷം അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് യുവതിയും ആരോപിച്ചത്. എന്തായാലും നിലവിൽ പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പരാതി നൽകി 1 മാസത്തോളം ആകുന്നു. പക്ഷേ നിലവിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പോലീസ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ യുവതിയോട് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് യുവതിയോട് അറിയിച്ചിട്ടുള്ളതെന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തി യുവതി മൊഴി നൽകുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു ആരോപണം. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തും, മറ്റ് നടപടികളിലേക്ക് കടക്കും. യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് അടക്കം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിച്ച് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുമെന്നാണ് വിവരം. ഉന്മേഷ, സ്മിത. ശരി. സ്വർണ്ണപ്പണയ രംഗത്ത് സുതാര്യതയും വിശ്വാസ്യതയും മുഖമുദ്രയാക്കിയ UGS ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ തൃശൂർ വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആവേശകരമായ ക്യാഷ് ചലഞ്ച് ഓഫറും ഉണ്ടായിരുന്നു. ക്യാഷ് ചലഞ്ച് ഓഫറിന്റെ ഉദ്ഘാടനം ഗായിക അനാർക്കലി മരക്കാർ നിർവഹിച്ചു. തുടർന്ന് അനാർക്കലി മരക്കാർ നയിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയും അരങ്ങേറി. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കും വേഗത്തിലുള്ള സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന UGS ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ വാടാനപ്പള്ളി നിവാസികളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം ഉറപ്പു നൽകുമെന്ന് UGS ഗോൾഡ് ലോണിന്റെ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. സുതാര്യമായ സേവനങ്ങളിലൂടെ വാടാനപ്പള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പുതിയ മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ധനകാര്യ സ്ഥാപനമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഏകദേശം ഒരു 5-6 വർഷം കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമായി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് തുടങ്ങിയ ഈ സ്ഥാപനത്തിന് 10-30ഓളം ബ്രാഞ്ചുകൾ കേരളത്തിലും തമിഴ്നാടുമായി തുറക്കാൻ കഴിഞ്ഞതും ഇത്രയധികം ജനശ്രദ്ധ ആകർഷിച്ച് ജനോപകാരപ്രദമായ പദ്ധതികളുമായി, അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. വാടാനപ്പള്ളിക്കാർക്ക് UGS ഗോൾഡ് ലോണിൻ്റെ ഒരു കൈനീട്ടമാണ് UGS ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ച്. അതോടൊപ്പം വിഷു കൈനീട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻവെസ്റ്റേഴ്സിനും, അതോടൊപ്പം ഗോൾഡ് ലോൺ എടുക്കുന്ന കസ്റ്റമേഴ്സിന്, ഗോൾഡ് ലോണിന് നിശ്ചിത എമൗണ്ട് ഉണ്ട്, എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു വിഷു കൈനീട്ടമായി UGS ഗോൾഡ് ലോൺ നൽകുന്നത് ഒരു ധോത്തി അല്ലെങ്കിൽ ഒരു സാരി.
ഹജ്ജ് സീസണ് മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇന്നു മുതൽ നഗരത്തിലേക്ക് കടക്കാൻ പ്രത്യേക അനുമതി പത്രം നിർബന്ധം. ഹജ്ജ് തീർത്ഥാടകർക്കും ഹജ്ജ് വേളയിൽ മക്കയിൽ ജോലി ചെയ്യാൻ അനുമതി പത്രമുള്ളവർക്കും മക്കയിലെ താമസരേഖ ഉള്ളവർക്കും മാത്രമാണ് അനുമതി നൽകുക. പുണ്യഭൂമിയിലേക്ക് ഹജ്ജ് തീർത്ഥാടകർ എത്തിത്തുടങ്ങുന്നതിന് മുന്നോടിയായി സുരക്ഷാ നടപടികൾ ഊർജിതമാക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി മക്ക നഗരത്തിലേക്കുള്ള പ്രവേശനത്തിന് മന്ത്രാലയം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഷവ്വാൽ 25 ഇന്നു മുതൽ മക്കയിലേക്ക് പ്രവേശിക്കാൻ പ്രവാസികൾക്ക് ഔദ്യോഗിക പെർമിറ്റ് അത്യാവശ്യമാണ്. മക്കയിലെ താമസരേഖയുള്ളവർക്കും ഹജ്ജ് പെർമിറ്റ് ഉള്ളവർക്കും പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും മാത്രമാണ് പ്രവേശനം നൽകുക. കൂടാതെ ഉംറ വിസയിലുള്ളവർ ഏപ്രിൽ 18 അഥവാ ദുൽഖഅദ് 1 സൗദിയിൽ നിന്ന് മടങ്ങണമെന്ന് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെ നുസുക്ക് ആപ്പ് വഴിയുള്ള ഉംറ പെർമിറ്റുകൾ നൽകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ കാലയളവിൽ ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമായിരിക്കും മക്കയിൽ താമസിക്കാനും ഉംറ നിർവഹിക്കാനും അനുവാദമുണ്ടാവുക. ഹജ്ജ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് അബിഷിർ മുഖൈം പോർട്ടലുകൾ വഴി ഓൺലൈനായി പെർമിറ്റുകൾക്ക് അപേക്ഷിക്കാം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 12,000 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ഇതോടെ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള യാത്രാസമയം 6 മണിക്കൂറിൽ നിന്ന് 2.5 മണിക്കൂറായി കുറയും. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ് സ്മിത, ഏറെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ വേണ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക. അതായത് ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ഏതാണ്ട് 12,000 കോടി രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം നടന്നിരുന്നത്. 6 വരി പാതയാണ്. പ്രധാനമായിട്ടും ഈ ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പ്രധാന ഗതാഗത കുരുക്കടക്കമുള്ള പല വിഷയങ്ങൾക്കും ഒരു പരിഹാരം കൂടി ഉണ്ടാകും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഹൈവേകളുടെ കാര്യത്തിൽ യാത്ര സുഗമമാക്കുന്നത് കൂടി ഇതിലൂടെ സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും നേരത്തെ ഡൽഹി ഡെറാഡൂൺ യാത്രയ്ക്കെടുത്തിരുന്ന 6 മണിക്കൂർ എന്ന് പറയുന്ന സമയം അത് 2.5 മണിക്കൂറായി കുറയും എന്നത് മറ്റൊരു സവിശേഷതയാണ്. എന്തായാലും ആ ഒരു ഹൈവേക്കാണ്, ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുക. അച്യുതൻ, തുടരുക. ഇന്ത്യ ഫ്രാൻസ് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകളിൽ പശ്ചിമേഷ്യൻ യുക്രൈൻ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയിലുണ്ടായി. അച്യുതൻ, അതിൽ കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് വരുന്നത്? കാരണം ഈ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യമുണ്ട്. അസ്മിത, തീർച്ചയായിട്ടും അതൊരു ആഗോള വിഷയം എന്ന രീതിയിൽ തന്നെയാണ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും അതൊരു വ്യാപാര മാർഗം കൂടിയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഇന്ത്യ ഫ്രാൻസ് ഈ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾ. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പങ്കെടുത്തുകൊണ്ട് ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിലാണ് ഈ നിലവിലെ ഈ പശ്ചിമേഷ്യൻ യുദ്ധവും അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധവും ചർച്ചയായത്. അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി, അതായത് അതുവഴി മുൻപുണ്ടായിരുന്ന ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴികളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്, ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അവിടെ മുൻപുണ്ടായിരുന്ന സ്ഥിതി അത് പുനഃസ്ഥാപിക്കണം, നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമേ തന്നെ നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം കൂടി ഈ ചർച്ചകളിൽ ഉണ്ടായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള മറ്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളായിരുന്നു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടായത്. എന്തായാലും നിലവിലേറെ പ്രധാനപ്പെട്ടത് ഈ ഹോർമൂസ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും ഫ്രാൻസും. സ്മിത. യെസ്,
ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓസ്ട്രേലിയൻ ബിസിനസ് മേഖലയെ പിടിച്ചുലച്ച് ഇന്ധനവില കുതിച്ചുയരുകയാണ്. ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിസ്റ്റിന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുത്തിനെ ഉയർന്നത് ബിസിനസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. പ്രവർത്തന ചെലവ് വർദ്ധിച്ചത് ലാഭമാർജിനുകൾ കുറയ്ക്കുന്നതിനാൽ പല സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ ജോലി സമയം വെട്ടിച്ചുരുക്കാനും പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കാനും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കാനും പ്രേരിപ്പിക്കപ്പെടുന്നു. ബിസിനസ് ന്യൂ സൗത്ത് വെയിൽസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 630-ലധികം സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ 47% തൊഴിലുടമകളും സ്റ്റാഫിംഗ് നിലയും ജോലി സമയവും പുനഃക്രമീകരിച്ചു. 84% ബിസിനസ്സുകളെയും ഇന്ധന ചെലവിലെ വർധന നേരിട്ട് ബാധിച്ചപ്പോൾ 37% ഗുരുതരമായ ആഘാതമുണ്ടായി. 1/3 സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ ജോലി സമയവും വരുമാനവും കുറച്ചു. 35% തൊഴിലാളികൾക്ക് ജോലി സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഇന്ധന ചെലവ് ലാഭിക്കാൻ കൂടുതൽ വർക്ക് ഫ്രം ഹോം ആവശ്യപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ സമ്മർദ്ദം കൂടുതൽ ശക്തം. കാരണം ഉയർന്ന ഗതാഗത ചെലവുകൾ അവിടുത്തെ ബിസിനസ്സുകൾക്ക് ഭാരമാണ്. ബിസിനസ് ന്യൂ സൗത്ത് വെയിൽസിലെ ഡാനിയൽ ഹണ്ടർ പറയുന്നത്, ചെലവുകൾ വർദ്ധിക്കുമ്പോൾ ജോലി സമയം വെട്ടിച്ചുരുക്കുകയോ ജോലി നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് തൊഴിലുടമകൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാനാകാത്ത തീരുമാനമായി മാറുമെന്നാണ്. ഇന്ധനം, ഗതാഗതം, വിതരണ ചെലവ് എന്നിവയുടെ വർധനവിനൊപ്പം ഉപഭോക്തൃ ചെലവ് കുറഞ്ഞതും ബിസിനസ്സുകൾക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന് വ്യവസായികൾ ആവശ്യപ്പെടുന്നു. പ്രാദേശിക ബിസിനസ്സുകൾക്ക് പേറോൾ നികുതിയിൽ ഇളവ് നൽകണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കണക്കുകൾ പ്രകാരം ജൂലൈ മുതൽ 3600-ലധികം ബിസിനസ്സുകൾ അടച്ചുപൂട്ടി. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 21% വർധനവാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നതിന് മുമ്പ് അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. ക്രിസ്റ്റിന ബെന്നി, 24 ഓസ്ട്രേലിയ. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ ഈ മാസം 18 മുതൽ സൗദിയിലെത്തും. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള തീർത്ഥാടകരും 18-ന് പുറപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ അറിയിച്ചു. മക്കയിലും മദീനയിലും മികച്ച സേവനം തീർത്ഥാടകർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1,75,025 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. ഇതിൽ 1,22,518 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും 52,507 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഏപ്രിൽ 18-ന് ആരംഭിക്കും. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം മദീനയിലാണ് ഇറങ്ങുന്നത്. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ആദ്യ സംഘം ഏപ്രിൽ 18-ന് തന്നെ ജിദ്ദയിലേക്ക് പുറപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ആസീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകളിൽ 10,000-ഓളം തീർത്ഥാടകർക്ക് മാത്രമാണ് അവസരം ലഭിച്ചത്. ഇത്തവണ 1,00,000-ലധികം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുമെന്നും ഇവർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും MA ആസീസ് പറഞ്ഞു. 18 ഏപ്രിൽ മുതൽ ഏകദേശം മെയ് 20 വരെയുള്ള സമയങ്ങളിലായി 52,000-ഓളം വരുന്ന പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിലെ യാത്രക്കാർ മുഴുവൻ സൗദി അറേബ്യയിൽ എത്തിച്ചേരും. മുഴുവൻ ആളുകൾക്കും നേരത്തെ തന്നെ ഹജ്ജ് വിസ ലഭ്യമായതും മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ യാത്രയാക്കാനായതും വളരെ സൗകര്യപ്രദമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ വിനിമയ നിരക്കിലുണ്ടായ ചാർജ് വർധനയും വിമാന ടിക്കറ്റിലെ വർധനയും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റവും ചെറുതായി സാമ്പത്തിക ബാധ്യത കൂടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മുഴുവൻ ഹാജിമാരും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ. മക്കയിലും മദീനയിലും മീന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് കുറ്റമറ്റ സേവനം നൽകണമെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ഹജ്ജ് സർവീസ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്.